ബൊട്ടോക്സ്, ബയോട്ടിൻ, നാനോപ്ലാസ്റ്റിയ, കെരാറ്റിൻ. അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡാണ് ഇതിലേതാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് അല്ലേ? അപ്പോൾ നമ്മൾ ഓരോ ഹെയറിനും ഓരോ കൺസേൺ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് എന്ത് വേണം എന്ന് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ പ്രോട്ടീനിൽ തന്നെ ഈ പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നതിനകത്ത് തന്നെ 3 സെഗ്മെൻറ്റാണുള്ളത്. ഇതിൽ നമുക്ക് ബേസിക്കായിട്ട് ജസ്റ്റ് ഒരു ഫ്രിസ് കൺട്രോളിലേക്ക് എത്തിച്ചാൽ മാത്രം മതി. നമ്മുടെ ഹെയറിനെ കുറച്ചും കൂടി സിൽക്കിയായി സ്മൂത്തിയായി വെക്കുക, മെയിൻ്റനൻസ് ഫ്രീ ആയിട്ട് കീപ്പ് ചെയ്യുക. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതിൽ നമ്മുടെ ഒരു ലെവൽ 1-ലുള്ളൊരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റിലേക്കാണ് നമ്മൾ പോവുക. ഇനി ഇതല്ല, എൻ്റെ ഹെയറിന് കുറച്ചും കൂടി തിക്നെസ് കൂട്ടണം, ഹെയറിൻ്റെ സ്ട്രെങ്ത് കുറച്ചുകൂടി കൂടണം, എലാസ്റ്റിസിറ്റി കൂടണം, ഹെയറിന് കുറച്ചുകൂടി മാനേജബിളായിട്ടിരിക്കണം, സ്മൂത്തി ഫിനിഷ് വരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ലെവൽ 2-ലേക്ക് പോകും. ഇത് ലെവൽ 3-ലേക്ക് നമ്മൾ എത്തിക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടി പോക്കി, സ്ട്രെയിറ്റ്, സിൽക്കി, ഫ്രീ ആയിട്ട് കിടക്കുന്ന ഹെയറിന് വേണ്ടിയിട്ട് നമ്മൾ ലെവൽ 3-ലേക്ക് പോകും. ഇത് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ട്രോങ്ങോ അതിൻ്റെ ലോങ് ലാസ്റ്റിങ്ങോ വെച്ചിട്ടല്ല ഈ പറയുന്നത്. 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഈ ബൊട്ടോക്സ് എന്ന് പേരുള്ളത് എല്ലാം ബൊട്ടോക്സ് അല്ല. FDA അപ്രൂവലായിട്ടുള്ള ഒരേ ഒരു ബ്രാൻഡേ, ഒരേ ഒരു ബൊട്ടോക്സ് ട്രീറ്റ്മെൻറ്റേ നമുക്ക് ഉള്ളൂ. അത് MKയുടെ ബൊട്ടോക്സ് ആണ്. അതാണ് ബോട്ടണിക് സലൂൺ ആൻഡ് സ്പാ നമ്മൾ യൂസ് ചെയ്യുന്നത്.